Hi everybody, MDC, Multidisciplinary Courses, Science. Paper name is Understanding Kerala, Science, Culture and Literature. So today in this paper, we are going to discuss the chapter Science Dashagam. Science Dashagam is a beautiful poem written by Sahodaran Ayyappan. Sahodaran Ayyappan എന്ന് പറയുന്നത് he was a renowned or a notable poet, cultural activist, എഡിറ്റർ, എസ്പെഷ്യലി ഇൻ ദ മിഡ് 20th സെഞ്ച്വറി ഓഫ് കേരള. സോ കേരളത്തിലെ 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലങ്ങളിലൊക്കെയുള്ള ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയറ്റും കൾച്ചറൽ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ എഡിറ്ററും ഒക്കെ ആയിരുന്നു സഹോദരൻ അയ്യപ്പൻ. സോ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, സയൻസ് ദശകം. എന്താണ് ദശകം എന്ന് വെച്ചാൽ 10 എന്നാണ്. സോ ഇവിടെ ഈ ഒരു കവിത പറയുന്നതിന് മുമ്പ് 1917 ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള ദൈവദശകം എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് 10 വേഴ്സസ് ഓൺ ഗോഡാണ്. അപ്പോൾ ദൈവത്തിനെ കുറിച്ചുള്ള ഒരു 10 പോയിൻറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് വന്ന സമയത്ത് അതിനൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട് സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഈ പറയുന്ന സയൻസ് ദശകം. ശ്രീനാരായണ ഗുരു ദൈവദശകം എഴുതിയിട്ടുണ്ടെങ്കിൽ സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുള്ളത് സയൻസ് ദശകമാണ്. സോ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് സയൻസിനാണ്. സോ ഈ ചാപ്റ്ററിൽ പറയുന്നത് പോലെ തന്നെ, ഹെഡിങ്ങിൽ പറയുന്നത് പോലെ തന്നെ, ഹി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു സയൻസ്, വാല്യൂ ടു സയൻസ്. അതുമാത്രമല്ല സയൻസ് എന്ന് പറയുന്നത് പലതിൻ്റെയും സൊല്യൂഷനാണ്. സോ മനസ്സിൽ നിന്നും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, ബ്ലൈൻഡ് ബിലീഫുകളൊക്കെ മാറ്റിക്കളഞ്ഞ്, ഇഗ്നോറൻസ് ഒക്കെ മാറ്റിക്കളഞ്ഞ് പകരം അവിടെ സയൻസ് ഫിൽ ചെയ്യണം എന്ന് പറയുന്ന സയൻസിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയുന്നത്, ഈ കവിതയിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ പോം. Okay, now let's discuss the chapter. See, first of all, we know that Sahodaran Ayyappan, a great reformer, wanted people to reject superstitions and embrace knowledge and equality. സോ ഒരു റിഫോർമേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു റിഫോമർ എന്നുള്ള രീതിയിൽ അദ്ദേഹം മനുഷ്യരുടെ മനസ്സിലുള്ള അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലൈൻഡ് ബിലീഫ്സ്, ഇതൊക്കെ മാറ്റി പകരം നോളേജ്, അതുപോലെ തന്നെ ഇക്വാലിറ്റി, ഇതിനൊക്കെ എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു മാറ്റമാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെയും മുന്നോട്ട് വയ്ക്കുന്നത്. അതും ആ മാറ്റം എന്തിലൂടെയായിരിക്കണം? സയൻസിലൂടെ. നോക്കാം. സയൻസ് ദശകം, പാരഫ്രേസ്ഡ്, സമ്മറി ഇൻ സിമ്പിൾ ലാംഗ്വേജ്. സോ 10 പോയിൻറ്റ്സുകളായിട്ട്, ദശകം എന്ന് പറയുമ്പോൾ 10 ആണല്ലോ, 10 പോയിൻറ്റ്സുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ 10 പോയിൻറ്റ്സുകളാക്കി ഇതിനെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ പോയിൻറ്റ്, ലെറ്റ്സ് ഡെവലപ്പ് എ സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ് എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ എന്തായണം, ഒരു സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാത്തിനെയും ശാസ്ത്രീയ മനോഭാവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ചിന്തിക്കാനും നോക്കിക്കാണാനും ഒക്കെ. വി ഷുഡ് ഒബ്സർവ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് യൂസ് റീസൺ ഇൻ എവറിത്തിങ് വി ഡു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ യുക്തിസഹജമായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് കാര്യങ്ങളെ വളരെ നിരീക്ഷണ പാഠത്തോടു കൂടി നോക്കിക്കണ്ട്, അങ്ങനെ ആ രീതിയിലൊരു ഡെവലപ്മെൻറ്റ്, ആ ഒരു രീതിയിലൊരു സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ് നമ്മൾ വളർത്തിയെടുക്കണം എന്ന് പറയുകയാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട്. ആൻഡ് ദ സെക്കൻഡ് പോയിൻറ്റ്, ഡോണ്ട് ബിലീവ് എനിത്തിങ് ബ്ലൈൻഡ്ലി. ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഓൾവേസ് ടെസ്റ്റ് ഇഫ് സംതിങ് ഈസ് ട്രൂ ബിഫോർ യു അക്സെപ്റ്റ് ഇറ്റ്. നിങ്ങളൊരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ, സത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഒന്നിനെയും ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. മൂന്നാമത്തെ പോയിൻറ്റ്, സൂപ്പർസ്റ്റീഷ്യൻസ് ആർ ഹാംഫുൾ. ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്, ബ്ലൈൻഡ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഉപദ്രവകാരികളാണ് എന്ന് പറയുകയാണ്. ദേ ബ്ലോക്ക് പ്രോഗ്രസ് ആൻഡ് കീപ്പ് പീപ്പിൾ ഇൻ ഫിയർ ആൻഡ് ഇഗ്നോറൻസ്. അപ്പോൾ ആൾക്കാരുടെ പ്രോഗ്രഷൻ, അല്ലെങ്കിൽ ആ ഒരു പുരോഗതിക്ക് അത് വിഘാതമായിട്ട് നിൽക്കും, പുരോഗതി അത് തടസ്സപ്പെടുത്തും. അതുപോലെ തന്നെ ആൻഡ് കീപ്പ് പീപ്പിൾ ഇൻ ഫിയർ ആൻഡ് ഇഗ്നോറൻസ്, ആൾക്കാരിൽ പേടിയും ഇഗ്നോറൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക മാത്രമേ ഈ പറയുന്ന സൂപ്പർസ്റ്റീഷ്യസ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ബിലീഫ്സുകൾ, അന്ധവിശ്വാസങ്ങൾ ചെയ്യുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം പറയുകയാണ്. സോ ഫോർത്ത് പോയിൻറ്റ്, സയൻസ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, നോട്ട് ഇമോഷൻസ് ഓർ ബിലീഫ്സ്.
സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. അത് നേരത്തെ പറഞ്ഞ ബ്ലൈൻഡ് ബിലീഫുകളെ പോലെയല്ല, അന്ധവിശ്വാസങ്ങളെ പോലെയല്ല. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്, വസ്തുതകൾ, സത്യാവസ്ഥ എന്താണോ അത് അടിസ്ഥാനപ്പെടുത്തിയാണ് സയൻസ് വരുന്നത്. നോട്ട് ഇമോഷൻസ് ഓർ ബിലീഫ്സ്. അവിടെ ഇമോഷൻസോ ബിലീഫ്സുകളോ അതിനൊന്നും അല്ല സ്ഥാനം, ഫാക്റ്റുകൾക്കാണ് സ്ഥാനമുള്ളത്. എവിഡൻസിന്, പ്രൂവ്ഡ് ആയിട്ടുള്ള എവിഡൻസിനാണ് സ്ഥാനമുള്ളത്. ഇറ്റ് വിൽ ലുക്സ് ഫോർ പ്രൂഫ് ആൻഡ് എവിഡൻസ്, നോട്ട് ജസ്റ്റ് സ്റ്റോറീസ് ഓർ ട്രഡീഷൻ. ആരെങ്കിലും പറഞ്ഞ കെട്ടുകഥകളോ ട്രഡീഷനോ അതൊന്നുമല്ല ഇവിടെ മുഖവിലേക്ക് എടുക്കുന്നത്. സയൻസിൽ മുഖവിലേക്ക് എടുക്കുന്നതാണ് പ്രൂഫാണ്, എവിഡൻസാണ്. സോ നമ്മൾ ആ രീതിയിലുള്ള സയൻറ്റിഫിക് അപ്രോച്ച് വേണം നമുക്ക്. നമ്മൾ സയൻസിനെ വേണം നമ്മൾ കെട്ടിപ്പിടിക്കാനായിട്ട്, അല്ലാതെ ബ്ലൈൻഡ് ബിലീഫിനെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ 5th പോയിൻറ്റ്, റിയൽ നോളേജ് കംസ് ഫ്രം സ്റ്റഡി, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അറിവ് വരുന്നത് അത് പഠനങ്ങളിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്, ഇതിലൂടെയൊക്കെ യഥാർത്ഥ അറിവ് സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. നോട്ട് ഫ്രം ബ്ലൈൻഡ് ഫെയ്ത്ത് ഓർ ഗസ് വർക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളിൽ നിന്നോ ഊഹാപോഹങ്ങളിൽ നിന്നോ അല്ല ഒരു റിയൽ നോളേജ് വരുന്നത്. 6th പോയിൻറ്റ്, സയൻസ് ഹെൽപ്പേഴ്സ് സോൾവ് റിയൽ പ്രോബ്ലംസ്. അപ്പോൾ സയൻസ് നമ്മളെ ശരിക്കുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുകയാണ്. ഇറ്റ് ബ്രിങ്സ് പ്രോഗ്രസ് ഇൻ ഹെൽത്ത്, ഫാമിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് ഡെയിലി ലൈഫ്. അപ്പോൾ ഈ പറയുന്ന സയൻസ് അത് ഹെൽത്ത്, അതുപോലെ തന്നെ ഫാമിംഗ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒട്ടനവധി എല്ലാ മേഖലകളിലെയും പ്രോഗ്രഷൻ, അതിലുള്ളൊരു ഡെവലപ്മെൻറ്റ് അതിന് സഹായിക്കും എന്ന് പറയുകയാണ്. 7th പോയിൻറ്റ്, വി മസ്റ്റ് ഷെയർ സയൻറ്റിഫിക് നോളേജ് വിത്ത് എവരി വൺ. ഈ സയൻസും സയൻറ്റിഫിക് നോളേജും എല്ലാവരിലേക്കും എത്തിക്കണം, അല്ലാതെ ചുരുക്കം ചിലരിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത്. നോട്ട് ജസ്റ്റ് കീപ്പ് ഇറ്റ് വിത്ത് എ ഫ്യൂ പീപ്പിൾ ഓർ ദ എഡ്യൂക്കേറ്റഡ്. ചുരുക്കം ചില ആൾക്കാരിൽ, അതല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, അവരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ട് മാറരുത് സയൻസ്. അത് എല്ലാവരിലേക്കും എത്തണം എന്ന് പറയുകയാണ്. ദെൻ 8th പോയിൻറ്റ്, സയൻസ് ആൻഡ് എത്തിക്സ് മസ്റ്റ് ഗോ ടുഗെദർ. സയൻസും അതുപോലെ തന്നെ എത്തിക്സും ഒരുമിച്ച് വേണം പോകാനെന്ന് പറയുകയാണ്. അതായത് സയൻസിന് അതിൻ്റേതായുള്ളൊരു എത്തിക്സ് ഉണ്ട്, മൊറാലിറ്റി ഉണ്ട്, ധാർമ്മികതയുണ്ട്. അത് കൈവിട്ടൊന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. അതായത് സയൻസ് എത്ര പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാലും ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാലും അത് മോശമായുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. സയൻസ് അത് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് ഒരു ഡീസൻസി, അതിന് ഒരു എത്തിക്സ്, അതിനൊരു മൊറാലിറ്റി വേണം എന്ന് പറയുകയാണ്. യൂസ് സയൻസ് ഫോർ ഗുഡ്, നോട്ട് ടു ഹാം പീപ്പിൾ ഓർ നേച്ചർ. സയൻസ് നല്ലതിനു വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലാതെ ആൾക്കാരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയെ ഉപദ്രവിക്കാനോ വേണ്ടി ആയിരിക്കരുത്. അപ്പോൾ അതിലൊരു എത്തിക്സ് വേണം എന്ന് അദ്ദേഹം പറയുകയാണ്. 9th പോയിൻറ്റ്, ലെറ്റ് us build a society where truth, justice and knowledge lead the way. സോ അദ്ദേഹം പറയുകയാണ് നമുക്കൊരു സൊസൈറ്റി, ഒരു പുതിയൊരു സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്യാം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹം. അതെങ്ങനത്തെ സൊസൈറ്റി? വെർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ആൻഡ് നോളേജ് ലീഡ് ദ വേ. അവിടെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സൊസൈറ്റി, ജസ്റ്റിസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, അതുപോലെ തന്നെ നല്ല അറിവുള്ള, നല്ല ജസ്റ്റിസ് ഉള്ള, നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സൊസൈറ്റി നമുക്ക് വാർത്തെടുക്കാം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. സയൻസ് ഷുഡ് ഹെൽപ്പ് us ക്രിയേറ്റ് എ ഫെയർ ആൻഡ് ഈക്വൽ വേൾഡ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഫെയർ ആയിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യാനും സയൻസ് ഹെൽപ്പ് ചെയ്യും, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്ന് അദ്ദേഹം പറയുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, 10th പോയിൻറ്റ്, ട്രൂ ഡിവോഷൻ ടു സയൻസ് മീൻസ് ആക്ഷൻ, നോട്ട് ജസ്റ്റ് വേർഡ്സ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ട്രൂ ഡിവോഷൻ ടു സയൻസിനോടുള്ളൊരു ശരിയായൊരു ഡിവോഷൻ എന്ന് പറയുന്നത് അത് ആക്ഷനാണ്, നോട്ട് ജസ്റ്റ് വേർഡ്സ്. അതായത് ഇതൊന്നും വെറുതെ കേട്ടിരുന്നാലോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അത് മനസ്സിലാക്കുക, അങ്ങനെയല്ല. ആക്ഷൻ, പ്രവൃത്തിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയാണ്, പ്രവൃത്തിയിലേക്ക് ഇറങ്ങണം എന്ന് പറയുകയാണ്. സോ ട്രൂ ഡിവോഷൻ ടു സയൻസ് മീൻസ് ആക്ഷൻ, നോട്ട് ജസ്റ്റ് വേർഡ്സ്. എവിടുന്നോ കേട്ട പൊള്ളയായ വാക്കുകളല്ല, പ്രവൃത്തിയാണ്. ട്രൂ ആയിട്ടുള്ള, ഫാക്ട്ഫുൾ ആയിട്ടുള്ള, എവിഡൻ്റ് ആയിട്ടുള്ള പ്രൂഫുകളാണ് സയൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ചാപ്റ്റർ, ഈ പറയുന്ന കവിത സയൻസ് ദശകം എന്ന് പറയുന്നത് 10 വാല്യുബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് സയൻസിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഒരു അഡ്വൈസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം, ഇതിനെ ഒരു ഉപദേശമായിട്ട് നമുക്ക് കണക്കാക്കാം. 10 ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ 10 വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് സയൻസ് എന്നുള്ള ഫീൽഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സയൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ മേഖലയ്ക്ക്
പ്രോബ്ലത്തിലേക്ക് പലതിനും ഒരു സൊല്യൂഷൻ കാണാനായിട്ട് പറ്റുമെന്ന് പറയുകയാണ്. സയൻസിന് ഒത്തിരി കാര്യങ്ങൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡറാണ് സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ലിബറേറ്റ് ചെയ്യാൻ പറ്റും, ഹ്യൂമാനിറ്റിയെ ലിബറേറ്റ് ചെയ്യാൻ പറ്റും. എന്തിൽ നിന്നൊക്കെ? ഇഗ്നോറൻസിൽ നിന്നും ബ്ലൈൻഡ് ബിലീഫുകളിൽ നിന്നും ഒക്കെ നമ്മളെ ലിബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല പാതയിലേക്ക്, പ്രോഗ്രസിൻ്റെ ഒരു പാതയിലേക്ക് നയിക്കാൻ സയൻസിന് സാധിക്കും എന്നൊക്കെ പറയുന്ന, സയൻസ് എല്ലാവരിലേക്കും എത്തണം എന്നൊക്കെ പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് പോം. അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.